നമസ്കാരം. സീസണിലെ ദയനീയ പ്രകടനത്തിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ മൈക്കൽ സ്റ്റാറെ മാറ്റിയിരിക്കുന്നു. പുതിയൊരു കോച്ച് വരുന്നത് വരെ റിസർവ് ടീം ഹെഡ് കോച്ചും അസിസ്റ്റന്റ് കോച്ചുമായിരിക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ISL നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു മിഡ് ടേബിൾ പ്ലേസിലുണ്ടായിരുന്ന മുംബൈ സിറ്റി FC ഡസ് ബക്കിംഗ്ഹാമിനെ മാറ്റി പീറ്റർ ക്രിക്കിയെ റിപ്ലേസ്മെന്റായി കൊണ്ടുവന്നു. ആ സീസണിൽ മുംബൈ സിറ്റി ചാമ്പ്യന്മാരായി. അതുമല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ തന്നെ തുടർച്ചയായ 3 തോൽവികൾക്കു ശേഷം ജുവാൻ ഫെർണാണ്ടോയെ മാറ്റി ആന്റോണിയോ ലോപ്പസ് ഹബാസിനെ മോഹൻ ബഗാൻ കൊണ്ടുവന്നു. ആ സീസണിൽ ലീഗ് ഷീൽഡ് ജേതാക്കളായി ഫൈനലിൽ വരെ എത്തിച്ചു ആന്റോണിയോ ലോപ്പസ് ഹബാസ്. മോഹൻ ബഗാന്റെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ കോച്ച്. സ്റ്റാറയുടെ മെയിൻ മിസ്റ്റേക്കായി എനിക്ക് തോന്നിയത്, കഴിഞ്ഞ കളിയിൽ 2-1 ലീഡുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് 10 മിനിറ്റിൽ അലക്സാണ്ടർ കൊയഫിനെ കൊണ്ടുവരാത്തതാണ്. ലീഡുണ്ടാവുമ്പോൾ ഡിഫെൻഡ് ചെയ്യാതെ അറ്റാക്ക് ചെയ്യാൻ പോയതാണ് സ്റ്റാറയുടെ മെയിൻ മിസ്റ്റേക്ക്. ആ സമയത്ത് മോഹൻ ബഗാൻ ജെയ്സൺ കമ്മിൻസിനെയും ആഷിഖ് കുരൂണിയനെയും പോലെയുള്ള ശക്തരായ പ്ലെയേഴ്സ് ആണ് ആ സമയത്ത് അണിനിരത്തിയത്. ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.